എന്തെല്ലാം ചങ്ങായിമാരെ സുഖമല്ലേ? പണി സൈറ്റിലാന്നുള്ളത്. ഓക്കെ, അത് പറയാനല്ല കേട്ടോ വീഡിയോ ചെയ്തത്. ഞാൻ ഇന്നലെ മലപ്പുറം കരുവാരക്കുണ്ട് അല്ലേ വാണിയാമ്പല സൈഡിൽ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 16 വയസ്സുള്ള ഒരു ആൺകുട്ടി കൊല ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി കേട്ടാ. എനക്കുണ്ട് മക്കൾ, എല്ലാവർക്കും അല്ലേ, മക്കളിൽ എല്ലാ രക്ഷിതാക്കളോടും കാര്യമായിട്ട് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഒഴിവാക്കാൻ കഴിയുമോ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകരോടൊക്കെ പറയാനുള്ളത്, പഴയ കാലത്തൊക്കെ എല്ലാവരും പഠിച്ചു നല്ല ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ടീച്ചർമാരും മാഷന്മാരൊക്കെ പഴയ കാലങ്ങളിൽ പഠിച്ചത് മൊബൈലോ സിസ്റ്റോ ഒന്നും ഇല്ലാത്ത സമയത്താണ്. എന്നിട്ടും ഈ മക്കൾക്കൊക്കെ മൊബൈൽ കൊടുത്ത് ഓൺലൈനിൽ ക്ലാസ്, ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അതൊക്കെ ചെയ്യുക. ഓക്കെ, അതൊരു ഭാഗത്ത്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അധിക കടയിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ 2 പെൺകുട്ടി 2 ആൺകുട്ടികൾ വരും. അവരൊരു സാധനത്തിന് ഓർഡർ ചെയ്യും. ഒരു സാധനത്തിന് ഓർഡർ ചെയ്തിട്ട് ആ ഹോട്ടലിൽ അല്ലെങ്കിൽ ആ കഫേയിൽ അല്ലെങ്കിൽ ആ തട്ടുകടയിൽ ആ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിലൊരു സ്പൂണോ 2 സ്പൂണേ ഉണ്ടാവും. ഇവരെന്താക്കുന്നറിയാം, ഷെയറിങ് ആണ്. ഇപ്പോൾ എല്ലാം ഷെയറിങ് ആണ്. നമ്മളെ ജീവിതം അടക്കം നമ്മൾ ഷെയറിങ് ആണ്. ഭക്ഷണം മാത്രമല്ല, ജീവിതം അടക്കം ഷെയറിങ് ആണ്. ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഷെയർ ചെയ്യുന്നതാ? ഒരു സ്പൂണേ ഉണ്ടാകുക. ആദ്യം ആ സ്പൂൺ കൊണ്ട് അവൻ കോരി കുടിക്കും, പിന്നെ അതേ സ്പൂണ് കൊടുത്തിട്ട് ഓള് ഭക്ഷണം കഴിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇത് ഷെയറാണെന്ന്. ചിലപ്പോൾ നമ്മളെ ഭാര്യ ഒക്കെ ഉണ്ടാവും, ഭാര്യനോടൊക്കെ പറയുമ്പോൾ പറയും ഇതാ നോക്കിയാൽ പിള്ളേരെല്ലാം അവസ്ഥ എന്താണ്, ഇങ്ങനെ ആയാലും എവിടെ എത്തും. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് അതൊക്കെ പഴയ കാലത്തല്ല, നമ്മളെ കാലത്ത്. ഇപ്പോഴത്തെ പിള്ളമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ വീഡിയോ കേൾക്കുന്ന ഏത് മക്കൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ സുഹൃത്ത് ബന്ധമാണെങ്കിൽ അത് സുഹൃത്ത് ബന്ധമായിട്ടേ കാണാവൂ കേട്ടോ മക്കളെ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നത് പഠിക്കാനാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുക്ക് തളിപ്പറമ്പ് സർസീദ് കോളേജിൽ 3ാമത്തെ നിലയിൽ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് താഴേക്ക് തുള്ളും. ഇല്ലെങ്കിൽ ആ പെണ്ണ്, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് മറുപടി കൊടുക്കാത്തത് കൊണ്ട് പെണ്ണ് വന്നാലേ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട്. നമ്മളെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷനാണ്. നമ്മളൊക്കെ പറയുമ്പോൾ അത് നിങ്ങളെ കാലത്തല്ലേ, അത് പഴയ കാലത്തൊക്കെ എന്നല്ലേ പറയും അല്ലേ. പഴയ കാലങ്ങളിലൊക്കെ അല്ലേ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ന്യൂ ജനറേഷനാണ്. ഇന്നൊക്കെ ഷെയറിങ് ആണ്. നമ്മുടെ ശരീരം പോലും ഷെയർ ചെയ്യാണ്. ഭക്ഷണം മാത്രമല്ല കേട്ടോ, ശരീരം പോലും ഷെയറിങ് ആണ്. ഇങ്ങനെ ആയാൽ ഞങ്ങളുടെ ദുനിയാവ് എവിടെ എത്തും? അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും മക്കളുടെ മൊബൈലൊന്ന് ശ്രദ്ധിക്കുക. കഴിവിൻ്റെ പരമാവധി മക്കൾക്ക് സ്വന്തമായി മൊബൈൽ കൊടുക്കാതിരിക്കുക. ബാപ്പയുടെ മൊബൈലോ അതല്ലെങ്കിൽ ഉമ്മയുടെ മൊബൈലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയക്കാൻ പറയുക. ടീച്ചർമാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ്, ഇങ്ങനെയില്ല ഗ്രൂപ്പ് എന്നൊക്കെ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ മക്കളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. എല്ലാവരോടും സ്നേഹം മാത്രം.